അസ്സലാമു ഇന്ന് ഞാൻ നമ്മുടെ നാടൻ ഐറ്റായിട്ടുള്ള മീൻ മുളകിട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കപ്പൻ്റെ കൂടെയും ചോറിനും പുട്ടിനൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള മീൻ അയിലപ്പാരയാണ് കേട്ടോ. ചിലവർ മഞ്ഞപ്പാര എന്നൊക്കെ പറയും. ഞാൻ നല്ലപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതേ കറിക്ക് തന്നെ അയക്കോറായാലും അതുപോലെ ചൂരമീനോ സൂത അതൊക്കെ എടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഇതിലേക്ക് നമുക്ക് ഒരു സവാള ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8-10 ചെറിയുള്ളിയും കൂടെ നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായ ശേഷം അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് പൊട്ടിക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 അല്ലി വെളുത്തുള്ളിയും നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റിയിട്ടെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും നല്ലതായിട്ട് മൂത്ത് വന്നിട്ട് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച ചെറിയുള്ളിയും സവാളയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയിട്ടെടുക്കുക. ഞാൻ ആദ്യം തന്നെ പുളിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത്. കുടംപുളിയാണ് എടുക്കുന്നത്. സാധാ പുളി ഇട്ടാലും മതി, പക്ഷേ മീൻ മുളകിട്ടതിന് കുടംപുളി ഇട്ടിട്ട് വെക്കുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ്. അപ്പോൾ നേരത്തെ തന്നെ കഴുകിയിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളി നന്നായിട്ട് വഴണ്ടി വന്നാൽ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 4 പച്ചമുളക് നടുക്ക് കീറിയതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഞാൻ കറിവേപ്പില ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാടൻ ഐറ്റംസിൽ ഒഴിച്ചുവിടാൻ പറ്റാത്തതാണല്ലോ അല്ലേ വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ. കറിവേപ്പില എത്രത്തോളം ചേർക്കുന്ന അത്രയും ടേസ്റ്റ് തന്നെ. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടയണ വരെ വഴറ്റി കൊടുക്കണം കേട്ടോ. അങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ തക്കാളി ഇങ്ങനെ കുത്തി കൊടുത്താൽ നന്നായിട്ട് ഉടഞ്ഞ് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ തന്നെ നല്ലൊരു മണവും അതിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടിക്കോളും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഓവറായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ആ തക്കാളി അതിൽ അങ്ങനെ തന്നെ കിടക്കില്ല. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂണ് സാദാ മുളക് പൊടിയും 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ കറിക്ക് നല്ല കളർ ഉണ്ടാവുകയും ചെയ്യും. അത്ര ഓവറായിട്ട് എരിവിട്ട് ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മസാലൻ്റെ ഒക്കെ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് വഴറ്റിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചില്ലേ, ആ പുളിൻ്റെ വെള്ളവും പുളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1.5 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കുറച്ചിങ്ങനെ ലൂസ് കറിയാണ് ഇഷ്ടം. ഈ മുളകിട്ടതെന്ന് പറയുമ്പോൾ കുറച്ചിങ്ങനെ കപ്പയിലൊക്കെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒഴിച്ച് കഴിക്കാനാണ് ഇഷ്ടം. അത് കാരണം തന്നെ ഞാനൊരു 1.5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇത് ഓൾറെഡി തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞ കാരണം കൊണ്ട് തന്നെ ഈ വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി തിളച്ചാൽ മതി. എന്നിട്ട് നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി വെച്ചിട്ടുള്ള മീനിട്ട് കൊടുക്കുക. മീനിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ കയ്യിൽ കൊണ്ട് മെല്ലെ ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കുക. മീനിട്ട് കഴിഞ്ഞാൽ അധികം ഇളക്കാൻ പാടില്ല, മീനൊക്കെ ഉടഞ്ഞു പോവും. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഞാൻ ഇതൊരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ വരെ വേവിച്ചിട്ടുണ്ട് കേട്ടോ മീനിട്ടതിന് ശേഷം. പിന്നെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചട്ടി എടുത്തിട്ട് തന്നെ ഇങ്ങനെ ചുവറ്റി കൊടുക്കുക, കയ്യിലുകൊണ്ട് ഇളക്കാണ്ട്. അല്ലെങ്കിൽ ഈ മീൻ പ്രത്യേകിച്ച് വേഗം ഉടഞ്ഞു പോവും. ഒന്ന് തിളച്ച് മീനൊക്കെ ഇട്ട് തിളച്ച് വന്നതിന് ശേഷം അടച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത്. എന്നിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചിട്ട് പിന്നെ തുറന്നിട്ട് നമുക്ക് കുറച്ചും കൂടി കറിവേപ്പില ഇതിലേക്ക് ഇട്ടിട്ട് വാങ്ങിയിട്ട് വെക്കാം. ഇത് മീനൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് ഓഫ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഓഫ് ചെയ്യുക.
ഇതൊരു അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ സ്മെല്ല് തന്നെ അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക, കമൻറ്റൊക്കെ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു ഐറ്റമായിട്ട് കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അതിൽ വെച്ചാൽ